ഗൈസ് IP ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മളൊരു ബിഗ് ഈഗോ ആ ടൈറ്റിൽ കണ്ടാണെങ്കിൽ എന്നെ സംഭവം. അതായത് ഞാനും എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു ഫ്രണ്ടും കൂടെ ചുമ്മാ ലോൺ ഓഫ് കളിച്ചുകൊണ്ടിരുന്നപ്പം നമ്മള് നൂബ് റാങ്ക് അടിക്കാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ നൂബ് റാങ്ക് അടിച്ച് നമ്മളെ അവരെ അടിച്ചിട്ട് ഒരുമാതിരി എമൗണ്ടൊക്കെ അടിച്ചു അല്ല ലോലൊക്കെ ഇട്ട് അങ്ങനെ നമ്മള് തിരിച്ച് അവരെ റിക്വസ്റ്റ് വീണ്ടും വിളിച്ചു. അങ്ങനെ ആ ഒരു മാച്ചാണ് ഈ ഒരു മാച്ച്. സോ നമ്മൾ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്ന് വെച്ചാൽ കുത്തിപ്പിടിച്ചായാലും എനിക്ക് അവന്മാരെ അടിച്ചിടണം ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേതോ ഒരു ഗെയിമറുണ്ട്. അങ്ങനെ ആ ബ്രോയുടെ അക്കൗണ്ടൊക്കെ ഞാൻ എടുത്ത് നോക്കി. റെക്കോർഡ് ചെയ്തതിനു ശേഷം ഞാൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കി. ഒരു കിടിലം അക്കൗണ്ടാണ്. പിന്നെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ലൈക്ക് ഗൈസ്, കൂടുതലൊന്നും ചോദിക്കുന്നത് 10 ലൈക്ക് മതി. കാരണം എൻ്റെ ഈ നോബിന് അതിനൊക്കെ ലൈക്കൊക്കെ പറ്റത്തുള്ളൂ. സോ നമ്മളെ പൊട്ടാസൊക്കെ ഇട്ട് വാരി വലിച്ചടിക്കുന്നുണ്ട്. ഇവനാണ് ഈ സ്കൈലറാണെന്ന് തോന്നുന്നു. അവനൊക്കെ ആയിട്ട് കണ്ട എമൗണ്ട് അടിക്കുന്നില്ല. എന്നിട്ടും ഞാൻ ആ മച്ചാനോട് എമൗണ്ട് അടിക്കുന്നില്ല. അതാണ് നമ്മളൊരിത്. നമ്മൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നില്ല. അതുകൊണ്ടാണ്. സോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. IP ഫ്ലാവയാണ്. അപ്പോൾ ഈസ ഇല്ല. അതുകൊണ്ട് എൻ്റെ വേറൊരു മച്ചാമ്മയോട് ചോദിച്ചായിരുന്നു, ചേട്ടാ ഒരു ദിവസം വീഡിയോ എടുക്കുമ്പോൾ എന്നെയും കൂടെ ഉൾപ്പെടുത്തണേന്ന്. അതുകൊണ്ട് ഇത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഗിൽഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതേവരെയായിട്ട് ഒരു മെമ്പർ പോലും നമ്മളിൽ ആഡായിട്ടില്ല. കുറച്ച് പേരൊക്കെ ആഡാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡാവുക. പിന്നെ നിങ്ങൾ നല്ല ഗിൽഡിലാണെങ്കിൽ ആഡാവണ്ട. പിന്നെ നമ്മളെ ഗിൽഡിനെ പ്രത്യേകത ഞാൻ പറഞ്ഞു, പ്രൈസ് ഉണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ചില പൂജാ പാസ് പോലും എടുത്ത് കൊടുക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും പ്രൈസ്. ജസ്റ്റ് ഒന്ന് കയറുക. ഓക്കെ, സോ നമുക്കിനി അടുത്തതായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യുവമാർക്ക് നല്ല രീതി ഈഗോയും കാര്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മളെ ഈ ഒരു പ്രോ വെച്ച് ഈഫാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നില്ലെന്ന്. ഈഫാൻ ഈ ഇടയ്ക്കൊന്നും വീഡിയോ ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ അവന് പറയാം, അവൻ കുറച്ച് ബിസിയാണ്. ഫ്രീ ഫയറും കാര്യം ജസ്റ്റ് ഒന്ന് നിർത്തി വെച്ചൊക്കെയാണ്. അതുകൊണ്ട് അവനായിട്ടുള്ള വീഡിയോ ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. എന്താ അവന്മാരും നമ്മളെ നല്ല രീതിയിൽ ഡാമും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന് അടിച്ച് 2 എണ്ണത്തിനെയാണ് അടിച്ച് തീർക്കണം. സോ ഭയങ്കര പാടാണ്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ മച്ചൻ അപ്പുറത്ത് അവൻ്റെ മൈക്ക് ഓഫ് ചെയ്തൊക്കെയാണ്. അതുകൊണ്ടാണ് വലുതായിട്ടൊന്നും കേൾക്കാൻ പറ്റാത്ത. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കളിയും കൂടെ അങ്ങ് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3-1 ഒരെണ്ണം അവന്മാര് കിടിലായിട്ട് എടുത്ത് കഴിച്ചു. അത് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പുറത്തെ ഗെയിമറാണ്, ഒരു കിടിലം ഗെയിമറാണ് അപ്പുറത്തുള്ളത്. അപ്പുറത്തൊരു കിടിലം ഏതോ FD ഗെയിമറോ അങ്ങനെ എന്തോ ഒരു പേരാണ്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അത് ഗെയിമറായാലും നമുക്കൊരു കാര്യമില്ല ഗെയ്സ്. ഓക്കെ, അപ്പം ഈ വീഡിയോ അവൻ്റെ അനുവാദത്തോടെ ചോദിച്ചിട്ടല്ല ഈ ഒരു ഇത് എടുക്കുന്നത്. അവനെ ലോബിലോട്ട് വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവനെ ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവൻ അക്സെപ്റ്റ് ചെയ്തില്ല. അല്ലെങ്കിൽ നമുക്ക് 1v1 റൂമിന്റെ വീഡിയോ ആയിട്ടാണ് ഇടാൻ ഞാൻ വെച്ചിരുന്നത്. ഈ ഹ്യൂമർ ഭയങ്കര ഇതാണ്. എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാരന്മാർ ബംഗാളി വല്ലതും ആണെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര മൂട്ടലാണ്. നമ്മൾ ഇത്രയും ചുമ്മാ വഴിയെ പോയാൽ നമ്മളെന്നെ വിളിച്ചു കുമാരി ഇത്രയും നമ്മൾ ഈഗോ പറ്റുന്ന ചുമ്മാ. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ കുത്തിപ്പിടിച്ചെങ്കിലും തീവന്മാരെ അടിച്ചിടണു. അങ്ങനെയാണ് ഞാൻ ആ മച്ചാൻ എന്നെക്കാട്ടിയും കളിക്കുക ആ മച്ചാൻ. അപ്പോൾ അവനെന്തായാലും ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. ആരെന്ന് പറയുന്നത് എൻ്റെ ടീമിലുള്ളവനാണ്, എൻ്റെ വീട്ടിനപ്പുറത്തുള്ള പയ്യനാണ്. അവന് നല്ലൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മെയിലായിട്ട് അയച്ചു കൊടുക്കണം. അവനും എന്നെ കണക്ക് അവൻ്റെ നെയിം കണ്ടല്ലോ, അതിന് ഫസ്റ്റ് കിട്ടിയ നെയിമാണ് അവന്. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. സോ ഓക്കെ, ഇവൻ മെയിനായിട്ട് സ്നൈപ്പർ ഇട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതെനിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്നൈപ്പർ ഇട്ട് എന്നെക്കാട്ടി നന്നായിട്ട് സ്നൈപ്പർ പ്ലെയർ ഇട്ട് കളിക്കും കേട്ടോ. പക്ഷെ ഇടയ്ക്ക് ഇപ്പോൾ 1v2 ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ അവന് പറ്റാതെയാണ്. സോ പിന്നെ നമ്മളെ കൊമ്പൻ ഇപ്പം ആരാണ് കളിക്കണേന്നൊക്കെ എൻ്റെ അടുത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊമ്പനിൽ ഇപ്പോൾ കളിക്കുന്ന എൻ്റെ വേറൊരു ഫ്രണ്ടാണ്, എൻ്റെ കസിനാണ് കളിക്കുന്നത്. ഓക്കെ, കൊമ്പൻ ഗീവേ നമ്മൾ ഉടനെ തരും. പക്ഷെ നിങ്ങൾ 100 സബ്സ്ക്രൈബർ ആയാൽ മാത്രമേ നമ്മൾ ഗീവേ തരത്തുള്ളൂ. ഗീവേ വിന്നറിനെ നമ്മൾ തിരഞ്ഞ് എടുക്കും ആ ഒരു ടൈമിൽ. സോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഏകദേശം എത്ര ഇതായെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ തന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ബുയയും കാര്യങ്ങളും നമ്മൾ സിമ്പിളായിട്ട് അടിക്കും. ഞാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ഷോമാരി 2 പേരുടെ ഒളിച്ചിരുന്ന് ഞാൻ വിചാരിച്ച് ഒരുത്തം മാത്രമേ കാണത്തുള്ളൂ. നെറ്റ് ചെറിയ പിങ് അടിക്കുന്നുണ്ട് കേസ്, അത് ക്ഷമിക്കണം. അവസാന ഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. ഓക്കെ, എൻ്റെ പൊന്ന് കേസ് ഉമാരോട് പിടിച്ചിരിക്കാനും പറ്റാത്ത അവസ്ഥയാണല്ലേ. വഴിയെ പോയതിനോട് പിടിച്ച് മച്ചേന്നൊരു ചോദ്യമില്ല, അതേ കണക്കായിപ്പോയി. ഓക്കെ, അടുത്ത മാച്ചും തുടങ്ങി. MB5 കേസ്. അങ്ങനെ MB5 ഇട്ട് നെറ്റ് പോയി കേസ്, നെറ്റ് പോയി. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈഗോയാണ്.
നെറ്റ് എങ്ങനെയും അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. 5 പീസ് ഫൈനിങ് ഔട്ട്.